ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലെ ചില ദൃഷ്ടാന്തങ്ങൾ, എന്തിനാണ് ഈ ദൃഷ്ടാന്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് എഴുതി വെച്ച് തന്നിരിക്കുന്നത്? 10-ാം അധ്യായം തന്നെ അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നതായ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ ചില ദൃഷ്ടാന്തങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചില ദൃഷ്ടാന്തങ്ങൾ. എന്തിനാണ് ഈ ദൃഷ്ടാന്തം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയാണ്. നമുക്ക് ദൈവം ബുദ്ധി പറഞ്ഞു തരികയാണ് ഈ ദൃഷ്ടാന്തങ്ങളിൽ കൂടി. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ ദൃഷ്ടാന്തം എന്താണ്? ഈ 10-ാം അധ്യായം ആദ്യ ഭാഗം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ ദൈവമക്കൾക്ക് ഒരു ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുകയാണ്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലൻ പുതിയ നിയമസഭയ്ക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരികയാണ്. നമുക്കറിയാം, പഴയ നിയമസഭ അല്ലെങ്കിൽ മരുഭൂമിയിലെ സഭ എന്ന് പറയും. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് അത് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. നമുക്കറിയാം, ഈ ഇസ്രായേൽ മക്കൾ അനേക വർഷങ്ങൾ ഫറവോൻ്റെ അടിമത്തത്തിൽ കടന്ന് ഞെളിപിരി കൊണ്ടതായൊരു കാലമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഒരു വിശുദ്ധ ജനത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട്, ദൈവത്തിന് എല്ലാ കാലത്തും സ്വന്തം ജനമെന്ന് പറയുവാൻ, എൻ്റെ ജനമെന്ന് പറയുവാൻ, അത് വിശുദ്ധ ജനമെന്ന് പറയുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി ദൈവം അവരിങ്ങനെ യാത്ര ചെയ്യിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമി യാത്രയിൽ ദൈവം അനേക അത്ഭുതങ്ങളും അനേക അടയാളങ്ങളും അനേക വീര്യപ്രവൃത്തികളും മനുഷ്യർക്ക് അസാധ്യമായ അനേക സംഭവങ്ങളെല്ലാം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അനേക നന്മകൾ, അനേക അനുഗ്രഹങ്ങൾ, അവർ ചിന്തിക്കാത്തതും അവർ വിചാരിക്കാത്തതുമായ അനേക അനുഭവങ്ങൾ കൂടി ദൈവം അവരെ നടത്തുന്നുണ്ട്. അനേക അത്ഭുതങ്ങൾ അവർ അവരുടെ സ്വന്തം കണ്ണാലെ കണ്ടതാണ്. ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തതായ, ഒരു മനുഷ്യനും സാധിക്കാത്തതായ അനേക അത്ഭുതങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നേരിട്ട് ജീവനുള്ള ദൈവം പ്രവർത്തിക്കുന്നത് ഈ ഇസ്രായേൽ മക്കൾ കണ്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയവും അവരുടെ സ്വഭാവവും എപ്പോഴും ദൈവത്തോടും ദൈവത്തിൻ്റെ ദാസനായ മോശയോടും മത്സരിക്കുകയും പിറുപിറുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഇസ്രായേൽ മക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്താലും ആ അത്ഭുതങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരെപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാണ്. ചോദ്യം ചെയ്യുന്നൊരു ഹൃദയമാണ് അവർക്കുള്ളത്. ഒരു മത്സര മനോഭാവമാണ് അവർക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒരു മത്സര മനോഭാവമാണോ എനിക്കുള്ളത്? ദൈവത്തോടും ദൈവജനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിൻ്റെ വഴികളോടും ദൈവത്തിൻ്റെ വചനത്തോടും ഒരു മത്സര മനോഭാവമാണോ എനിക്കുള്ളത്? ഒരു ചോദ്യം ചെയ്യുന്ന ചിന്താഗതിയാണോ എനിക്കുള്ളത്? അതെയോ ദൈവവചനത്തിന് കീഴടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിനയമുള്ള ഹൃദയമാണോ എനിക്കുള്ളത്? ഇസ്രായേൽ മക്കൾക്കത് ഉണ്ടായില്ല.
പ്രിയപ്പെട്ടവരെ, ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ കൂടിയാണ് അവരെ നടത്തിയത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. മോശ പറയുകയാണ്, ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല. കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. കാലിലെ ചെരുപ്പ് അത് പഴകിപ്പോയില്ല. 40 വർഷക്കാലം അവർ മരുഭൂമിയിൽ കൂടി നടന്നു. അവർ ഈ 40 വർഷമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നതായ വസ്ത്രം അത് മുഷിഞ്ഞു പോയില്ല. അവരുപയോഗിച്ചതായ കാലിലെ ചെരുപ്പ് അത് പഴകിപ്പോയില്ല, തീർന്നു പോയില്ല, തേഞ്ഞു പോയില്ല. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു അത്ഭുതമല്ലേ? 40 വർഷക്കാലം അവർ ഉപയോഗിച്ചതായ വസ്ത്രം അത് മുഷിഞ്ഞു പോയില്ല. അവരുപയോഗിച്ചതായ ചെരുപ്പ് അത് തേഞ്ഞു പോയില്ല, പഴകിപ്പോയില്ല. എന്തു വലിയൊരു അത്ഭുതമാണ്! ദൈവം അവരെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നടത്തി. വീണ്ടും 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ വീണ്ടും അവരോട് പറയുന്നുണ്ട്. 10, 11, 12 വാക്യം വായിക്കാം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശങ്ങളിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കൺമണി പോലെ ഇസ്രായേൽ മക്കളെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. കഴുകൻ തന്റെ കൂടനക്കി തന്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത്. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ചിറക് വിരിച്ച് ഇസ്രായേൽ മക്കളെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. എടുത്ത് അവന്റെ ചിറകിന്മേൽ സ്വർഗത്തിലെ ദൈവം അവരെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. യഹോവ തനിയെ അവരെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവനോടുകൂടെ അന്യദൈവം വരാൻ ദൈവം സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമായ ജീവിതമായിരുന്നു! ദൈവം വലിയൊരു സ്വപ്നം കണ്ട് സ്വർഗീയ കനാനിലേക്ക് തൻ്റെ സ്വന്തം ജനമായി വളർത്തി നടത്തി അനുഗ്രഹിച്ച് രാത്രി അഗ്നിസ്തംഭം കൊണ്ടും പകൽ മേഘസ്തംഭം കൊണ്ടും അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവരെ മുൻപോട്ട് നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ദൈവം വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അവരെ കൊണ്ടുവന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഹൃദയം എപ്പോഴും ഒരു മത്സര ഹൃദയമായിരുന്നു. ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ നടത്തിപ്പിനെയും ചോദ്യം ചെയ്യുന്നതായൊരു ഹൃദയം. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29, 30 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് നാം വായിക്കുന്നത്? ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. ദൈവം പറയുകയാണ്, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫൂന്നയുടെ മകൻ കാലേബും യെഫുന്നയുടെ മകനായ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ നൂന്റെ മകനായ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ജീവനുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന് ദൈവം പറയുകയാണ്, ഇവരുടെ ഈ മത്സരവും പിറുപിറുപ്പും ചോദ്യവും എതിർപ്പും കാരണം ദൈവം പറയുകയാണ്, 20 വയസ്സിന് മേലുള്ളവരെല്ലാവരും, അതായത് ഇസ്രായേൽ മക്കളിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടതായ ആദ്യത്തെ തലമുറ, അവരാരും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് സത്യം ചെയ്തതായ കനാൻ ദേശത്ത് നിങ്ങൾ ആരും കാലുകുത്തുകയില്ല എന്ന് ദൈവമോടെ സത്യം ചെയ്ത് പറയുകയാണ്. കാരണം അവരുടെ ഹൃദയം മത്സര ഹൃദയമായിരുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായവും 14-ാം അധ്യായവും വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മത്സരവും അവരുടെ ചോദ്യവും അവരുടെ പിന്മാറ്റവും അവരുടെ പിറുപിറുപ്പും എല്ലാം നമ്മുടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവർക്കെതിരെ ദൈവം ഒരു സത്യം ചെയ്തൊരു നിയമം ചെയ്യുകയാണ്, നിങ്ങൾ അവിടെ കടക്കുകയില്ലെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 37-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫൂന്നയുടെ പുത്രൻ കാലേബും മാത്രം പട്ടുപോയില്ല, മരിച്ചുപോയില്ല. കാരണം അവർ ദൈവത്തോടെ എന്നും പറ്റിച്ചേർന്ന് നിന്നു, ദൈവത്തിൻ്റെ വഴികളോട് പറ്റിച്ചേർന്ന് നിന്നു, ദൈവത്തിൻ്റെ വചനത്തോട് മുറുകെ പിടിച്ചുകൊണ്ട് പറ്റിച്ചേർന്ന് നിന്നു. യോശുവയും കാലേബും ദൈവത്തിൻ്റെ ആലോചനകൾക്ക് കീഴടങ്ങി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം വിശ്വസിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ യോശുവയും കാലേബും പറ്റി നിന്നതുകൊണ്ട് 6 ലക്ഷം പേര് പുരുഷന്മാർ മാത്രം ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും ഈ 2 പേർ മാത്രമേ സ്വർഗീയ കനാനിൽ കാലുകുത്തിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിച്ചു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നാം ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുമോ? എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമാണോ?
ദൈവത്തിന് പ്രസാദയോഗ്യമായ ഒരു ജീവിതമാണോ ഞാൻ ഇന്ന് നയിക്കുന്നത്? ദൈവം എന്നെ നോക്കി സന്തോഷിക്കുകയാണോ? ദൈവം എന്നെ നോക്കി പുഞ്ചിരി തൂകുകയാണോ? അതെയോ ദൈവം എന്നെ നോക്കി കരയുകയാണോ? ജീവനുള്ള ക്രിസ്തുവിന് എന്നോടുള്ള മനോഭാവം എന്താണ്? അതെയോ ജീവനുള്ള ദൈവം എന്നെ നോക്കി കോപിക്കുകയാണോ? ജീവനുള്ള ക്രിസ്തുവിന് എന്നോടുള്ള മനോഭാവം എന്താണ്? എന്നിലേക്ക് നോക്കിയിട്ട് അവൻ്റെ ഹൃദയം തണുക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, അനേക അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും ലഭിച്ച ദൈവജനമാണ് ഇസ്രായേൽ മക്കൾ. എന്നാൽ അവരുടെ ജീവിതം ദൈവത്തിന് പ്രസാദയോഗ്യമായിരുന്നില്ല. ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതമായിരുന്നില്ല അവരുടെ ജീവിതം. കാരണം അവരിൽ പിശാചിന് അവകാശം പറയുന്ന അനേക പാപ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവം വിടുവിച്ച ജനമല്ലേ? ദൈവം രക്ഷിച്ച ജനമല്ലേ? ദൈവം അത്ഭുതങ്ങൾ ചെയ്ത ജനമല്ലേ? ദൈവം അടയാളങ്ങൾ ചെയ്ത ജനമല്ലേ? ദൈവം നടത്തിക്കൊണ്ടുവന്ന ജനമല്ലേ? സത്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചതാണ്, ദൈവം നമ്മെ വീണ്ടെടുത്തതാണ്, ദൈവം നമുക്കൊരു മാനസാന്തരം തന്നതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് ഈ പ്രായം വരെയും തന്നു. അനേക നന്മകൾ കൂടി ദൈവം നമ്മെ വഴി നടത്തി. ഇല്ലേ? ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനേകം നന്മകളും അനുഗ്രഹങ്ങളും ലഭിച്ചവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ നാം ഒന്ന് ചിന്തിക്കണം, ജീവനുള്ള ക്രിസ്തു എന്നെ നോക്കി ഇന്നത്തെ അവസ്ഥയിൽ എന്നിൽ അവൻ പ്രസാദിക്കുന്നുണ്ടോ? ഇവിടെ ദൈവത്തിന് വചനം പറയുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പുതിയ നിയമസഭയോട് ജീവനുള്ള ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പായിട്ട് തരികയാണ്, ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ നോക്കി ജീവനുള്ള ദൈവം സന്തോഷിക്കുന്നുണ്ടോ? എന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം സന്തോഷിക്കുന്നുണ്ടോ? ക്രിസ്തു സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തു പ്രസാദിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുതെന്നുള്ളതായ ഒരു നിർബന്ധം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നാം അനേക ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. സാക്ഷ്യം പറയുന്നവരോ, പാട്ട് പാടുന്നവരോ, വചനം പറയുന്നവരോ, ദൈവ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരോ എല്ലാമായിരിക്കാം. നല്ലത് തന്നെ, അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ എന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ആളത്വത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചുവെന്ന്. ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴിപാടിൽ, നമ്മുടെ വേലകളിൽ, നമ്മുടെ സാക്ഷ്യങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്നിലാദ്യം ദൈവം പ്രസാദിക്കണം. എന്നിൽ പ്രസാദിക്കാതെ എൻ്റെ വഴിപാടുകളിൽ ദൈവം പ്രസാദിക്കില്ല. എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദയോഗ്യമാണോ? ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നാം ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമോ? എന്നെ നോക്കി ദൈവം സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ദൈവം എന്നെ നോക്കി പ്രസാദിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ദൈവം നോക്കിയിട്ട്, എൻ്റെ രഹസ്യ ജീവിതത്തിലേക്ക് ദൈവം നോക്കിയിട്ട് ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഒരു കറതീർന്ന ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? എനിക്ക് ആത്മീയൻ എന്നുള്ളതായ ഒരു ലേബലുണ്ടായിരിക്കാം, ഞാനൊരു കൂട്ടായ്മക്കാരനായിരിക്കാം, ഞാനൊരു മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കാം. നല്ല തന്നെ പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ എൻ്റെ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും നിൽപ്പിലും നടപ്പിലും എൻ്റെ മനോഭാവത്തിലും എൻ്റെ ചിന്താഗതിയിലും പ്രിയപ്പെട്ടവർ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? ദൈവം എന്നെ നോക്കി പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ പേഴ്സണൽ ലൈഫിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? പുറമെ ഞാൻ നല്ലവനായിരിക്കാം, എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? എൻ്റെ സംസാരം എങ്ങനെയുണ്ട്? എൻ്റെ വാക്കുകൾ എങ്ങനെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ്റെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ വേണം. ഇവിടെ എന്താണ് നാം വായിക്കുന്നത്? ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്. നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു ഭാഗം നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ സംസാര രീതി എങ്ങനെയുണ്ട്? നമ്മുടെ വാക്കുകൾ എങ്ങനെയുണ്ട്? നമ്മുടെ മറ്റുള്ളവരോടുള്ളതായ ഇടപെടൽ എങ്ങനെയുണ്ട്? എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വാക്ക് എപ്പോഴും. അത് കൂട്ടായ്മയിൽ വരുമ്പോൾ മാത്രമല്ല, നാം ദൈവത്തിന് വചനം പറയുമ്പോൾ മാത്രമല്ല,
നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. പ്രിയപ്പെട്ട സഹോദര, എപ്പോഴും നിന്റെ വാക്ക് കൃപയോട് കൂടിയ വാക്കുകളാണോ നിന്റെ വായിൽ നിന്ന് വരുന്നത്? ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളാണോ നിന്റെ വായിൽ നിന്ന് വരുന്നത്? നിനക്ക് നിന്റെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവരിലേക്ക് പകരാൻ നിന്റെ വാക്കുകൾ കൂടി സാധിക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ എങ്ങനെയുണ്ട്? എൻ്റെ വാക്കുകളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ സംസാരം എങ്ങനെയുണ്ട്? പൊട്ടച്ചൊല്ലും കളിവാക്കും എൻ്റെ വായിൽ വരാറുണ്ടോ? നിങ്ങളുടെ വാക്ക് എപ്പോഴും ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്നാണ് ദൈവത്തിൻ്റെ വചനം. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. എൻ്റെ വാക്കുകൾ എങ്ങനെയുണ്ട്? ദൈവം പ്രസാദിക്കാത്തൊരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വരില്ല എന്നുള്ള ഒരു നിർബന്ധം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു നിഷ്ഠ നിങ്ങൾക്കുണ്ടോ? ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി ഞാൻ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് അങ്ങനെ ഒരു നിഷ്ഠയുണ്ടോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ദൈവം പ്രസാദിക്കുന്ന വാക്കുകൾ മാത്രമേ എൻ്റെ വായിൽ നിന്ന് വരാവുള്ളൂ. എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അത് കൃപയുള്ള വാക്കായിരിക്കണം, അത് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കായിരിക്കണം. വീണ്ടും നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-30 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? എഫേസ്യ ലേഖനം 4-ന്റെ 29-30 വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രിയപ്പെട്ടവർ, ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം. ഒരു പ്രാവശ്യം കൂടെ വാക്യം ഒന്ന് വായിച്ചു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന്, ഒരു ആത്മീയന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. ഞാൻ പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അത് ദൈവത്തിന് വചനമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനപ്രകാരം നമ്മുടെ വാക്കുകളെ, നമ്മുടെ സംസാരത്തെ നാം ശോധന ചെയ്യുമ്പോൾ, കർത്താവേ, എൻ്റെ വാക്കുകളെല്ലാം ദൈവം പ്രസാദിക്കുന്നതാണോ? മറ്റുള്ളവർക്ക് ആത്മീക വർധന ലഭിക്കുന്നുണ്ടോ? ആവശ്യമുള്ള വാക്കുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതം ദൈവം പ്രസാദിക്കുന്നതാണോ? എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ വ്യക്തിപരമായ ജീവിതം, അത് രഹസ്യവും പരസ്യവും രാവും പകലും ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ചിന്താമണ്ഡലം ദൈവം പ്രസാദിക്കുന്ന, ദൈവത്തിന് പ്രസാദയോഗ്യമായൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഒന്ന്, എൻ്റെ പേഴ്സണൽ ലൈഫ്. 2, എൻ്റെ പ്രൊഫഷണൽ ലൈഫ്, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നാനാ തുറകളിൽ ഉപജീവന മാർഗം തേടുന്നവരാണ്. പല രംഗങ്ങളിൽ നാം ജോലി നോക്കുന്നവരാണ്. കമ്പനികളിൽ ജോലി നോക്കുന്നവരുണ്ട്, പല സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ദൈവം പ്രസാദിക്കുന്ന പോലെയാണോ ഞാൻ ജീവിക്കുന്നത്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 5 മുതലുള്ള ചില വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഒരു ജോലിക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ദാസൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ. പ്രിയപ്പെട്ടവരെ, എൻ്റെ യജമാനനെ ഞാൻ ക്രിസ്തുവിനെ പോലെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പിൻ എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിന് മാറ്റമുണ്ടോ? ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പിൻ എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ അനുസരിക്കുന്ന ഒരു ജോലിക്കാരനാണോ? ഞാൻ എൻ്റെ ജോലി സ്ഥാപനത്തിൽ ഞാൻ അങ്ങനെയാണോ നിൽക്കുന്നത്? ഇല്ലെങ്കിൽ ദൈവനിൽ പ്രസാദിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ സാക്ഷ്യം പറഞ്ഞാലും പ്രസംഗിച്ചാലും ദൈവവേല ചെയ്താലും ദൈവനിൽ പ്രസാദിക്കണമെങ്കിൽ, ഞാനൊരു ജോലിക്കാരനാണെങ്കിൽ, ഞാനൊരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു ദാസനാണെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ഭയത്തോടും വിറയലോടും കൂടെ അവനെ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കാം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനപ്രകാരം എൻ്റെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രസാദിക്കുന്ന ഒരു ജോലിക്കാരനായിട്ടാണോ ഞാൻ ജോലി ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വിട്ടുതരികയാണ്.
ഈ ദൈവവചനപ്രകാരം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു യജമാനൻ എങ്ങനെയായിരിക്കണം? 9-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഒരു യജമാനനാണെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ജോലി കൊടുക്കുന്ന ഒരു ജോലി ദാതാവാണെങ്കിൽ, ഒരു തൊഴിൽ ദാതാവാണെങ്കിൽ, എൻ്റെ കീഴിൽ മറ്റുള്ളവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു യജമാനനാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കണം? യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏതെല്ലാം തുറകളിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, യേശുക്രിസ്തു പ്രസാദിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ വചനപ്രകാരം ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നാം മറ്റാരെയും മാതൃകയാക്കാൻ നോക്കേണ്ട. ദൈവത്തിന്റെ വചനം, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെ ജീവിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, ഒരു ദാസൻ എങ്ങനെയായിരിക്കണം, ഒരു വിധവ എങ്ങനെയായിരിക്കണം, ദൈവത്തിന്റെ വേലക്കാരൻ എങ്ങനെ ജീവിക്കണം, ഒരു യജമാനൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ദൈവവചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി നാം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നാം മറ്റാരിലേക്ക് നോക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ജീവിതം മാതൃകയാക്കുക. ഒരു യജമാനൻ എങ്ങനെയായിരിക്കണം? യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ അവരുടെയും സ്വർഗത്തിലുണ്ടെന്നും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട് എന്നറിഞ്ഞ്, അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞ്, എന്റെ യജമാനന്റെ പക്കൽ മുഖപക്ഷമില്ല എന്നറിഞ്ഞ്, അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും, പ്രിയപ്പെട്ടവർ, അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും, ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവീൻ. ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയുണ്ട്? എൻ്റെ പേഴ്സണൽ ലൈഫിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഇനി എൻ്റെ ഫാമിലി ലൈഫ് എങ്ങനെയുണ്ട്? എൻ്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും അടങ്ങുന്നതായ കൊച്ചു കുടുംബം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്താൽ കോർത്തിണക്കപ്പെട്ട ഒരു മാല പോലെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും പരസ്പരം അംഗീകരിച്ചും പരസ്പരം തിരുത്തിയും ഐക്യത്തോടും സ്നേഹത്തോടും മുന്നേറുന്ന ഒരു കുടുംബജീവിതമാണോ എൻ്റെ കുടുംബം? പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബജീവിതത്തിൽ സ്വർഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? വേറെ ആരെയും ബോധിപ്പിക്കാനല്ല. ജീവനുള്ള ക്രിസ്തു നോക്കുമ്പോൾ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ജീവനുള്ള ക്രിസ്തു നോക്കുമ്പോൾ എന്നിലവൻ പ്രസാദിക്കുന്നുണ്ടോ? എന്നെ നോക്കി സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതം സ്വർഗം പ്രസാദിക്കുന്ന ഒരു കുടുംബജീവിതമാണോ? ദൈവവചനത്തിൽ പറയുന്നത് പോലെ എൻ്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കാനും എൻ്റെ ഭാര്യയെ എനിക്ക് കരുതാനും എൻ്റെ ഭാര്യയെ ബഹുമാനിക്കാനും എനിക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തെ നോക്കി ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കളെ നോക്കി ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. അവരിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന്. അതുകൊണ്ടാണ് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞത്, അവരെ കൈവിട്ട് കളഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്താണ് ഈ ഇസ്രായേൽ മക്കളെ മുഴുവൻ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചത്? മരുഭൂമിയിൽ തള്ളിക്കളയാനാണോ അവരെ വിടുവിച്ചത്? മരുഭൂമിയിൽ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണോ ദൈവം അധ്വാനിച്ചത്? അല്ലല്ലോ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിസ്സഹായനായി മനുഷ്യന് മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജീവനുള്ള ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. നാം പാപത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജീവനുള്ള ദൈവം പറയുകയാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനും പാപത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. പാപത്തിന് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏതൊരു മനുഷ്യനുമുണ്ട്. എന്നാൽ ഞാൻ എന്ന് പറയുന്ന മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്. പാപത്തിൻ്റെ വഴി എനിക്ക് പോകണമോ? അശുദ്ധിയുടെ വഴി എനിക്ക് പോകണമോ? മ്ലേച്ഛതയുടെ വഴി എനിക്ക് പോകണമോ? ഈ ലോകത്തിന് ഇമ്മകളിൽ ഞാൻ നടക്കണമോ? ഞാനാണ് തീരുമാനിക്കേണ്ടത്. ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന് 10 മുതലായ ചില വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ ജീവനുള്ള ദൈവം എന്താണ് നമ്മോട് പറയുന്നത്? ഈ അന്ത്യകാല തലമുറയോട് ജീവനുള്ള ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. ദൈവം പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അഴുക്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനിയും അഴുക്കിൽ ജീവിക്കട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ടായെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആരെയും
ആരെയും ദൈവം ബലബന്ധം ചെയ്യുന്നില്ല, ആരെയും ദൈവം പിടിച്ചു നിർത്തുന്നില്ല. സഹോദര, സത്യം നിനക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ വഴിയിലേക്ക് വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നിന്റെ ഹൃദയത്തിൽ ഒരു വാഞ്ച വരുന്നുണ്ടോ? അതെയോ പിശാചിന്റെ കൂടെ ജീവിക്കാനാണോ നിന്റെ താല്പര്യം? അതെയോ അശുദ്ധിയിൽ ജീവിക്കാനാണോ താല്പര്യം? ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പ്രിയപ്പെട്ടവരെ. നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ, നീ അശുദ്ധിയിൽ ജീവിച്ചുകൊള്ളൂ. ദൈവം ആരെയും തടുക്കുന്നില്ല. എന്നാൽ ഇതാ ജീവനുള്ള ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അന്ന് നാം തള്ളപ്പെട്ടു പോകരുത്, നിത്യ അന്ധകാരത്തിലേക്ക് പോകരുത്, നിത്യനാശത്തിലേക്ക് നാം പോകരുത് എന്ന് ജീവനുള്ള ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്കിന്ന് ഈ ദൈവത്തിന് വചനം പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ. ഇതുവരെയും ദൈവം പ്രസാദിക്കാത്തൊരു ജീവിതമായിരുന്നു, ദൈവം സന്തോഷിക്കാത്ത, പിശാച് സന്തോഷിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഇതുവരെയും നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവം നമുക്ക് ഇന്ന് വഴിതിരിയാനുള്ള ഒരു അവസരം തരികയാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. അവിടെ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുവരെയുള്ള കഴിഞ്ഞ കാലങ്ങൾ ജീവിതമെല്ലാം ഇതാ ദൈവം സന്തോഷിക്കാത്തതായിരുന്നു, ദൈവം പ്രസാദിക്കുന്നതായിരുന്നില്ല, പിശാചിന് ഇടം കൊടുത്തതായിരുന്നു, പാപത്തിൽ മുങ്ങിക്കുളിച്ച ജീവിതമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ദൈവം, ഇതിലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ ആത്മാവുള്ള, ദൈവം പ്രസാദിക്കുന്ന, ക്രിസ്തു താങ്ങുന്ന ഒരു മനുഷ്യനായി ഈ തലമുറയിൽ നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട യൗവനക്കാരാ, നിനക്ക് ആഗ്രഹമുണ്ടോ? യേശു നിന്നെ വിളിക്കുകയാണ്, യേശു നിന്നെ സ്നേഹിക്കുകയാണ്, യേശു നിന്റെ അരികത്ത് നിൽക്കുകയാണ്. നിനക്ക് അവനോട് ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിനക്ക് ഒരു തീരുമാനമെടുക്കാമോ? കർത്താവേ, ഇതുവരെയും പിശാച് ഈമ്പിക്കടിച്ചൊരു ജീവിതമാണ്, പിശാചിനെ സന്തോഷിപ്പിച്ചൊരു ജീവിതമാണ്. എന്നാൽ അതിനോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ, ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. ഇതുവരെ വന്നതെല്ലാം ഒന്ന് കഴുകിത്തരാമോ? എന്നാൽ ഇന്നു മുതൽ യേശു ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം ഞാൻ നയിക്കും. ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനം വരുന്നുണ്ടോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നുണ്ട്? ആരെല്ലാം പിശാചിനോട് യാത്ര പറയുന്നുണ്ട്? ആരെല്ലാം ഹൃദയം തുറക്കുന്നുണ്ട്? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ, ഈ പ്രായം മുതൽ ഞാൻ യേശു പ്രസാദിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിനായി ഞാൻ എന്നെ തന്നെ യേശുക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ തൊടാൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. യേശു നിങ്ങളെ കഴുകാൻ, യേശുവിന്റെ രക്തം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം തുറക്കുക, ഹൃദയത്തിൽ തീരുമാനം എടുക്കുക, പാപത്തോട് യാത്ര പറയുക, ഒരു പുതിയ വിശുദ്ധ ജീവിതം ആരംഭിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ അപേക്ഷ കേൾക്കണം പിതാവേ. ആമേൻ.